സനാതന സുദർശനം ചാനൽ. ഞാൻ ഹരിലാൽ രാജൻ. എല്ലാവർക്കും നമസ്കാരം. ശിവപ്രസാദ പഞ്ചകം എന്ന കൃതി ഏറ്റവും ലളിതമായ മലയാളത്തിൽ മനസ്സിലാക്കാം. ശ്രീനാരായണ ഗുരുദേവൻ രചിച്ച ഏറെ പ്രശസ്തമായ ശിവസ്തുതിയാണ് ശിവപ്രസാദ പഞ്ചകം. സകലർക്കും പ്രവേശനമുള്ള ശിവപ്രതിഷ്ഠ നടത്തി അരുവിപ്പുറത്ത് ക്ഷേത്രം സ്ഥാപിച്ച ശേഷം അവിടെ തന്നെ വിശ്രമിക്കുന്ന കാലത്താണ് തന്റെ പ്രധാനപ്പെട്ട ശിവസ്തോത്രങ്ങളും ഗുരു രചിച്ചത്. ആധ്യാത്മികതയും ജനനന്മയും ഏകീഭവിച്ച ഗുരുവിന്റെ താളനിബദ്ധമായ ശിവപ്രസാദ പഞ്ചകം ഹൃദിസ്ഥമാക്കിയാൽ നിത്യപാരായണത്തിന് ഉത്തമമാണ്. ദുരിതക്കടലിൽ നിന്നും തന്നെ മോചിപ്പിക്കാൻ ഏവർക്കും അഭയം പ്രാപിക്കാവുന്ന ശിവഭഗവാനോട് യാചിക്കുന്ന ഈ സ്തുതി തന്റെ ശിഷ്യനായ ശിവലിംഗസ്വാമികൾക്ക് നൽകുന്ന ഉപദേശമെന്ന നിലയിൽ രചിക്കപ്പെട്ടതാണ് ഈ കൃതി. ഒന്നാമത്തെ ശ്ലോകത്തിന്റെ ഏറ്റവും ലളിതമായ അർത്ഥം പറയാം. എപ്പോഴും നന്മ മാത്രം ചെയ്യുന്നവനെ, മംഗളകാരിയായിട്ടുള്ളവനെ, സകലതിനെയും സംഹരിക്കുന്നവനെ, ഏവർക്കും ശരണം പ്രാപിക്കാവുന്നവനെ, സർവവ്യാപിയും സർവശക്തനുമായിട്ടുള്ളവനെ, ഇഹലോക ജീവിതത്തിലെ സങ്കടങ്ങളെയെല്ലാം നശിപ്പിക്കുന്നവനെ, ജ്ഞാനികളായിട്ടുള്ള കവികൾ നിരന്തരം തൊഴുതുകൊണ്ടിരിക്കുന്നവനെ, ഇഹലോക ജീവിതമാകുന്ന നാടകം നിരന്തരം നടിച്ചുകൊണ്ട് എന്നിൽ തന്നെ ഇരിക്കുന്ന വിലമതിക്കാനാവാത്ത പൊരുളെ ശിവശങ്കര പരമശിവ രക്ഷിച്ചാലും. ഇവിടെ ചൊല്ലുന്നില്ല ശ്ലോകം, അർത്ഥം ലളിതമായ മലയാള അർത്ഥം പറഞ്ഞു പോവുകയാണ്. അപ്പൊ രണ്ടാമത്തെ ശ്ലോകത്തിന്റെ അർത്ഥം പറയാം. സമ്പത്തെന്നും ശരീരമെന്നും മക്കളെന്നും ജീവിതത്തിലുള്ള ഐശ്വര്യമെന്നുമൊക്കെയുള്ള വിചാരം എപ്പോഴും ആപത്തിലേക്ക് വലിച്ചിഴച്ചുകൊണ്ട് പോകുന്നതാണ്. ഇത്തരം വിചാരങ്ങളൊക്കെ മനസ്സിൽ നിന്നും നിശേഷം കളഞ്ഞ് സംസാരമാകുന്ന ദുഃഖക്കടലിൽപ്പെട്ട് വലയാതെ പൊതിഞ്ഞു പിടിച്ച് രക്ഷിക്കുന്നത് നീയാണ് ശിവനെ, പരമശിവ, ശങ്കര. മൂന്നാമത്തെ ശ്ലോകത്തിന്റെ ലളിതമായ അർത്ഥം. ലോക സാധാരണമായ ബന്ധങ്ങളിൽ കുടുങ്ങി അതിൽ കിടന്ന് കുഴഞ്ഞുമറിഞ്ഞ് വെറും ജഡമായ ഈ ശരീരത്തിൽ അതിനോട് താതാത്മ്യപ്പെട്ട് കഴിഞ്ഞുകൊണ്ട് ത്രിഗുണങ്ങളിൽ ഉറച്ചിരുന്ന് കുടിച്ചു രസിച്ചുകൊണ്ടിരിക്കുന്നതായ പ്രിയപ്പെട്ടതെന്ന് തോന്നിക്കുന്ന ഈ പാനീയം, അതിന്റെ പാനപാത്രം അടിയോടെ തട്ടിക്കളഞ്ഞ് ഉള്ളിൽ നീ നിറഞ്ഞിരിക്കുക ശിവനെ എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. ഇനി നാലാമത്തെ ശ്ലോകത്തിന്റെ അർത്ഥം, ലളിതമായ അർത്ഥം പറയാം. കൃപയ്ക്ക് ഇരിപ്പിടമായിട്ടുള്ളവനെ, നീ ഹൃദ്യമായ തരത്തിൽ വിഷം വിഴുങ്ങിയതുകൊണ്ട് നിന്റെ കഴുത്ത് കറുത്തിരിക്കുന്നുവല്ലോ. പൊങ്ങിക്കാണുന്ന മേടുപോലെ പൊതിഞ്ഞു നിൽക്കുന്ന കാർമേഘത്തോട് കൂടിയ കടലിനു പോലും അതിരുണ്ട്. എന്നാൽ നിനക്കാകട്ടെ ഒരു തരത്തിലുള്ള അതിരുകളുമില്ല പരമശിവ എന്നുള്ളതാണ് ഇതിനർത്ഥം. അഞ്ചാമത്തെയും അവസാനത്തെയും ശ്ലോകത്തിന്റെ അർത്ഥം പറയാം. നിന്റെ ദയ ഒരിക്കലും മാറാതെ എന്നിൽ ഉറപ്പിച്ചു നിർത്തി കാമദേവന്റെ വികൃതികൾ മുഖാന്തരമുണ്ടാകുന്ന രസാനുഭവമാകുന്ന പഴം എന്റെ കയ്യിൽ നിന്ന് തട്ടിത്തെറിപ്പിച്ച് എന്റെ കൈകളെ ആ മാലിന്യങ്ങളിൽ നിന്നും മുക്തമാക്കി അതിന്റെ സ്ഥാനത്ത് ശുദ്ധമായ മുക്തിയാകുന്ന പക്വത പ്രാപിച്ച പഴം അളവില്ലാതെ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന സ്വർണലതയാണു നീ ശിവനെ. അങ്ങനെയുള്ള നീ, നിന്റെ തിരുപാദങ്ങൾ എനിക്ക് ആശ്രയമായി തന്ന് പ്രസാദിക്കണമേ ശങ്കര, പരമശിവ, സദാശിവ എന്നുള്ളതാണ് ഈ ശ്ലോകത്തിന്റെ ലളിതമായിട്ടുള്ള അർത്ഥം. അങ്ങനെ ശിവപ്രസാദ പഞ്ചകം എന്ന ഈ കൃതി വളരെ ലളിതമായി എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നമസ്തേ. ഓം നമഃ ശിവായ.